ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് എന്ത് പറയാനാണ്? സോഷ്യൽ മീഡിയ തുറന്നാൽ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് മാത്രമാണുള്ളത്. കുറച്ച് ദിവസം മുന്നേ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അവിടുത്തെ സ്റ്റാഫുകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും. ഒലിവിയ ഡിസൈൻസിന് ഒരു ഷോപ്പും അതുപോലെ തന്നെ ഒരു ഓൺലൈൻ പേജുമുണ്ട്. ഒലിവിയ ഡിസൈൻസിന്റെ ഹെഡ് ആയിട്ടുള്ള അച്ചു എന്ന സ്ത്രീ അവരുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ അവരുടെ പേജിലൂടെ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നുണ്ട്. എത്ര ശമ്പളമാണ്, ഒരുപാട് ആനുകൂല്യങ്ങളാണ്, വളരെ അടിപൊളി ഫുഡാണ് എന്നൊക്കെ. എന്നിട്ട് ജോലിക്ക് പോയവരുടെ അവസ്ഥയോ നേർ വിപരീതം. ഇതൊന്നും ഇതുവരെ ആരും പുറത്തു പറഞ്ഞിരുന്നില്ല. അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല അവിടുത്തെ സ്റ്റാഫ്. കുറച്ച് ദിവസം മുൻപാണ് ഒരു സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒലിവിയെ കുറിച്ചുള്ള തട്ടിപ്പും അതുപോലെ ഇവിടെ നടക്കുന്ന പീഡനങ്ങളും ഒക്കെ പുറത്തുവിടുന്നത്. അതൊക്കെ എടുത്തിട്ട് യൂട്യൂബേഴ്സ് അമ്മാനമാടുകയും അതിനെതിരെ പ്രതികരിച്ച് അച്ചുവും അച്ചുവിന്റെ ഭർത്താവും രംഗത്തിറങ്ങി. പ്രതികരിക്കാൻ യൂസ് ചെയ്ത ടൂൾസ് എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് തന്നെയായിരുന്നു. യൂട്യൂബേഴ്സിനെതിരെയുള്ള ഒരുപാട് മുദ്രാവാക്യങ്ങളും സ്റ്റാഫിന്റെ ജാഥയും ഇതൊന്നും പുറത്തുകൂടെയല്ല. ഇതെല്ലാം ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ്, ആരും കാണാനില്ല എന്നും. അത് ഷൂട്ട് ചെയ്ത് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുമ്പോഴാണ് നമ്മൾ പ്രേക്ഷകരെല്ലാം കാണുന്നത്. ഇപ്പോൾ അവർ വീണ്ടും ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നു അവർക്ക് യൂട്യൂബേഴ്സ് പുല്ലാണ്, അവർക്കറിയാം അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുമല്ല, ഒരു സ്റ്റാഫ് വിചാരിച്ചാൽ മാത്രം പൂട്ടിപ്പോവാൻ വിഡ്ഢികളല്ല ഞങ്ങൾ എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ യൂട്യൂബേഴ്സിനോട് പറയുന്നുണ്ട് അവരുടെ പണി അവർ ചെയ്തോളൂ. കാരണം യൂട്യൂബേഴ്സ് കാരണം ഒലിവിയ ഡിസൈൻസിന് അത്യാവശ്യത്തിലധികം റീച്ച് കിട്ടിയിട്ടുണ്ട്. യൂട്യൂബേഴ്സിന് റവന്യൂ ഉണ്ടാക്കുന്ന വീഡിയോ അവർ ഇട്ടുതരാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും അച്ചു മാഡത്തിന്റെ വീഡിയോ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു.